ഹലോ ഗുഡ് മോർണിംഗ്. നമ്മുടെ പച്ചക്കറികൾക്കൊക്കെ ഇടാറുള്ള വളം എന്താണ് എന്നറിയോ? പ്രത്യേകിച്ചൊന്നുമില്ല കേട്ടോ. ഞാൻ നമ്മുടെ കിച്ചണിൽ കിട്ടുന്ന വേസ്റ്റ് ഒക്കെ ഇല്ലേ, അതൊക്കെയാണ് കേട്ടോ ഇടാറ്. ഇവിടെ നല്ല വളങ്ങളൊക്കെ കിട്ടും. ഇപ്പം നമ്മുടെ റോസൊക്കെ ഇവിടെ ഓരോന്നിനും സ്പെസിഫൈ ചെയ്തിട്ടാണ് കേട്ടോ വളങ്ങൾ ഞാൻ കണ്ടേണേ. സ്ട്രോബെറിക്ക് ഇടാൻ, ആപ്പിളിന് ഇടാൻ, അങ്ങനെ തക്കാളിക്ക് ഇടാൻ പ്രത്യേകം എന്തൊക്കെയോ പൗഡറുകളാണ് ഓരോ പാക്കറ്റിലും കാണാറുണ്ട് കേട്ടോ. പിന്നെ അതിങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്ത് എടുക്കാൻ മെനക്കെടാറില്ല എന്നതാണ് കേട്ടോ സത്യം. ഇവിടെ ഞങ്ങളുടെ മുകളിലത്തെ താമസിക്കുന്ന അവരൊക്കെ ഈ റോസയ്ക്കൊക്കെ ഇടുന്ന എന്തൊക്കെയോ വെള്ളം കലക്കി ഒഴിക്കുന്ന കാണാം. ഒരു പാക്കറ്റിൽ നിന്ന് പൊടിയിട്ടിട്ട് കലക്കൊക്കെ ഒഴിക്കുന്ന കാണാം കേട്ടോ. അവർ റോസൊക്കെ ആണെങ്കിൽ നല്ല ഭംഗി, നല്ല കളറായിട്ട് നിൽക്കണ കാണാം. എന്താ യെല്ലോ കളറ് ഒക്കെ, അതും ഭയങ്കര നമുക്കിങ്ങനെ നമ്മൾ മിഠായിയൊക്കെ കടിച്ചില്ലേ അതേപോലെ കടിച്ച് തിന്നാൻ തോന്നണ പോലത്തെ ടൈപ്പ് റോസകളാണ് കേട്ടോ ഇവിടെ ഉള്ളത്. അപ്പം അങ്ങനത്തെ വളങ്ങളും കിട്ടും. പക്ഷെ ഞാൻ ഉപയോഗിക്കുന്നത് നമ്മുടെ കിച്ചണിൽ വരുന്ന മുട്ടത്തോട് വേസ്റ്റ് ഇല്ലേ അത്, പിന്നെ പച്ചക്കറികൾ പീൽ ചെയ്തതിൻ്റെ അതൊക്കെയാണ് കേട്ടോ കൂടുതലും ഇടാറ്. പിന്നെ ചായലക്കൊറ്റനില്ലേ, നമ്മൾ കട്ടൻ ചായ വെക്കണതിൻ്റെ ചായലക്കൊറ്റൻ അത് ഇടാറുണ്ട്. പിന്നെ പാൽ ചായ വെക്കണതിൻ്റെ എടുക്കാം, പക്ഷെ അതൊന്ന് വാഷ് ചെയ്തിട്ട് വേണം ആ കൊറ്റൻ എടുക്കാനായിട്ട്. അതൊക്കെയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ നന്നായിട്ട് നമ്മുടെ പച്ചക്കറികളായാലും എല്ലാ സംഭവങ്ങളും നന്നായിട്ട് വളർന്ന് ഇങ്ങനെ വരും കേട്ടോ, നല്ല ഭംഗിയിൽ. പിന്നെ റോസയ്ക്ക് എൻ്റെ വീട്ടിൽ പണ്ട് ചെയ്യാറുള്ളതാണ് ചായലക്കൊറ്റൻ വരണത്. ബാക്കി വരുന്നു പറഞ്ഞാൽ ചായലയുടെ കൊറ്റൻ ലാസ്റ്റ് വരുന്നത് അതിലേക്ക് ഇട്ട് കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ട് റോസ ഉണ്ടാവാറുണ്ട്. അങ്ങനെ ഈ സംഭവങ്ങളൊക്കെ ഞാൻ ചട്ടിയിൽ ഇട്ട് വെച്ചിട്ട് അതിൻ്റെ മേളിൽ കൂടെ മണ്ണിട്ട് നന്നായിട്ട് ഫില്ല് ചെയ്ത് വെക്കാൻ കേട്ടോ ചെയ്യാറ്. അത് തന്നെ ഏറ്റവും ബെസ്റ്റാണ്. വേറെ ഇപ്പം നമ്മൾ പുറത്തുനിന്നൊന്നും വാങ്ങിച്ചില്ലെങ്കിലും ഇതിട്ട് കൊടുത്താൽ തന്നെ ഈ നമ്മുടെ കിച്ചണിൽ നിന്ന് വരുന്ന വേസ്റ്റുകൾ ഇട്ട് കൊടുത്താൽ തന്നെ ഏറ്റവും ബെസ്റ്റാണ് കേട്ടോ. കണ്ടോ, എൻ്റെ നന്നായിട്ട് തക്കാളികളും ഒക്കെ നന്നായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ തക്കാളി എനിക്ക് എന്നും സന്തോഷം തരുന്ന ഒരു സംഭവമാണ്. കാരണം ഓരോന്ന് എന്നും പഴുത്ത് നിൽക്കണ കാണാം. അത് കാണുമ്പോൾ തന്നെ ഭയങ്കര ഒരു എന്താ പറയുക, നമുക്ക് ഭയങ്കര ഒരു എനർജിയാണ്. ഇങ്ങനെ ഓരോന്നൊക്കെ കായകളുണ്ടായി നിൽക്കണ കാണാൻ തന്നെ ഒരു ഭംഗിയുണ്ടോ. പിന്നെ ബാലൻസ് വന്ന ഫ്രഷായി കിടക്കുന്ന തൊലികളും കാര്യങ്ങളും ഉണ്ടായിരുന്നു വെജിറ്റബിൾ പീൽ ചെയ്തതിൻ്റെ അതും ചാരും മണ്ണൊക്കെ ചേർത്തിട്ട് ഞാൻ പിന്നെ ഒരു കവറിൽ, നമ്മുടെ വേസ്റ്റ് കവർ, വേറെ അതിന് വേണ്ടി പാത്രമൊന്നും സെറ്റ് ചെയ്തില്ല, വേസ്റ്റ് കവറിലിട്ട് എല്ലാം കൂടി സെറ്റ് ചെയ്ത് അടച്ച് വെച്ചേക്കാണ്ടോ. ഇനി നെക്സ്റ്റ് സമ്മർ വരുന്ന സമയമാകുമ്പോഴേക്കും ഇത് നല്ല വളമായിട്ട് സെറ്റായി ഉണ്ടാവും. പിന്നെ ഞാൻ കിട്ടണ വേസ്റ്റൊക്കെ ഇങ്ങനെ ഇതിലിട്ടിട്ട് അതിൻ്റെ മുകളിൽ മണ്ണിട്ട് മൂടി വയ്ക്കും. അപ്പോൾ തന്നെ നല്ല വേസ്റ്റായിട്ട് നിൽക്കും കുറേ. ഇനിയിപ്പോൾ സമ്മർ ആവാനായിട്ട് ഇനി നമുക്ക് കുറേ സമയമുണ്ടല്ലോ. അപ്പോൾ ഏതായാലും വിൻ്റർ ആവാറായി. പിന്നെ അന്നത്തെ പണിക്ക് ഇരുന്ന ദിവസമാണെങ്കിൽ നല്ല തണുപ്പുണ്ടായിരുന്നു. അപ്പോൾ വേഗം തന്നെ പരിപാടികളൊക്കെ അവസാനിപ്പിച്ചു. ഞങ്ങൾ 3 ആളും സ്വെറ്ററൊക്കെ ഇട്ടിട്ട് തന്നെയാണ് ഇറങ്ങിയത്. സമ്മറാന്ന് പറഞ്ഞാലും കാര്യമില്ല, ഇടയ്ക്കും തലയ്ക്കൊക്കെ നമുക്ക് തണുപ്പുണ്ട്. അപ്പം നമ്മൾ കോട്ടിട്ട് ഇറങ്ങാണ്ട് രക്ഷയില്ല. കാരണം കോട്ടിട്ട് ഇറങ്ങിയില്ലെങ്കിൽ പനി വേറെ പ്രശ്നങ്ങൾ പിന്നീട് വരും. അപ്പോൾ ഇന്നത്തെ പരിപാടി